ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒരു വ്ളോഗാണ്. നമ്മൾ കുറേ നാളിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. വെക്കേഷനൊക്കെ തുടങ്ങിയതല്ലേ, അപ്പം നമ്മൾ ഇന്നൊന്ന് പുറത്തു പോവാണ് കേട്ടോ. നമ്മൾ പോകുന്നത് എവിടെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ ഇട്ടു, ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിന്ന് ചപ്പാത്തി ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേവക്കുട്ടൻ ഇവിടെ ദേവക്കുട്ടൻ്റെ കലാവിരുദ്ധമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മളൊരു 1 ഡേ ട്രിപ്പാണ് പോകുന്നത്. ബൈക്കിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നത് ജോളിവുഡിലാണ്. ഇത് കർണാടകയിലെ ബിഡാഡി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ശരിക്കും ഒരു സ്റ്റുഡിയോ പ്ലസ് അഡ്വഞ്ചറസ് പാർക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്യാനുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളുടെ വീടിനടുത്തുനിന്ന് 65 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പോകാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് കുറച്ചായപ്പോഴേക്കും നമ്മളുടെ ദേവക്കുട്ടൻ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ബൈക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനായിട്ട് പോവാണേ. നല്ല വെയിലായിരുന്നു, നല്ല നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ടൈമിങ് രാവിലെ 11 മണിക്കാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആവുന്നത്. 11 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അടുത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ടാഗ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേ. ടിക്കറ്റ് പ്രൈസും കാര്യങ്ങളും വരുന്നത് അഡൾട്ടിന് 1399 രൂപയാണ്. പിന്നെ ചിൽഡ്രൻസിന് 999 രൂപയാണ് കേട്ടോ. പിന്നെ സീനിയർ സിറ്റിസണിന് അതിലും കുറവാണ്. എനിക്ക് തോന്നുന്നു അഡൾട്ട്സിനേക്കാളിലും കുറവാണ്. 800 സംതിങ് മറ്റായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ അത്. പിന്നെ നമുക്കിവിടെ തന്നെ ഫുഡും കൂടെ ഇതിന് കൂടെ ചേർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്തപ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഫുഡ് കൂടെ പറഞ്ഞിട്ടായിരുന്നു. ബഫേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബഫേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അഡൾട്ടിന് എക്സ്ട്രാ ഒരു 500 കൂടെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ എടുത്തത്. ദേവക്കുട്ടിന് ഞങ്ങൾ ബഫേ പറഞ്ഞില്ല, കാരണം നമ്മളുടെ നിന്ന് തന്നെ ഫുഡ് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അകത്ത് കയറാനുള്ള ടാഗൊക്കെ കിട്ടി. ഞങ്ങളത് കയ്യിലൊക്കെ കെട്ടി അകത്ത് കയറി. അപ്പോൾ അകത്ത് കയറുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു ഫൗണ്ടൈനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നൈറ്റിൽ ഈ ഫൗണ്ടൻ വാട്ടർ ഷോ ഉണ്ട് കേട്ടോ, ലൈറ്റ് ഷോ ഉണ്ട്. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ, വഴിയെ ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഐ ലവ് ജോളിവുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ വെയിലുണ്ടായിരുന്നു എന്നത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. അതല്ലാതെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് നിന്ന് കുറച്ചു നേരം ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ 2 സൈഡിൽ വോളുകളിലും ഇതേപോലെ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഫുള്ള് ഈ ഫിലിം ആക്ടേഴ്സിന്റെ ഒക്കെ ഫോട്ടോസാണ്. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് കുട്ടികൾക്ക് വെച്ചിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് തൊപ്പിയൊക്കെ വാങ്ങിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ല, നല്ല വെയിലുണ്ടായിരുന്നു. നമുക്ക് തൊപ്പിയില്ലാതെ ഇതിനകത്തൂടെ നടന്ന് കാണുക എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവും കേട്ടോ. അപ്പം ഇവിടെ പോകുന്നവർ തൊപ്പിയായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സ്റ്റോളിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും വാങ്ങിച്ചു പോകും, കാരണം അത്രയ്ക്ക് വെയിലാണ്. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. അപ്പം പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തൊപ്പി കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തൊപ്പിയൊക്കെ വാങ്ങിച്ച് ആദ്യം കയറിയത് ട്രൈബൽ മ്യൂസിയം കാണാനായിട്ടാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതിനകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും നമുക്ക് ആ ഒരു പഴയ കൾച്ചറും ആ ഒരു ട്രൈബ്സിൻ്റെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് അവർ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടു നോക്കേ. അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ അവരുടെ ജ്വല്ലറീസ്, പിന്നെ അവരുടെ പാത്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമാണ്.
വരുമ്പം ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഒരു റൂമുണ്ട്. ആ റൂമിൽ അവരതിൻ്റെ മുകൾ വശം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മൺകുടം വെച്ചിട്ടാണ് കേട്ടോ. ഇതിനകത്ത് നല്ല തണുപ്പായിരുന്നേ. അപ്പോൾ അതങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഓരോ സൈഡിലേക്ക് പോകാൻ, ഓരോ സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് മെയ്സ് റണ്ണറിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ അവർ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലൗസ് തരും കേട്ടോ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകം ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ വെച്ചിട്ടാണ് കേട്ടോ. അയ്യോ, ഇതിനകത്ത് കയറി ഫുള്ള് വട്ടായി പോവും. ആകെ കുറച്ചേ ഉള്ളൂ, പക്ഷേ ഉണ്ടല്ലോ എവിടെയാണ് മിറർ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മളിങ്ങനെ തപ്പി വേണം, ചിലപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ബ്ലോക്ക് ആയി പോവും. ഇതിനകത്ത് കയറി ആകെ മൊത്തം വട്ടം തിരിഞ്ഞ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ കിടന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് ഭ്രാന്തായി പോയി എവിടെ ആണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ദേവ്കുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനിലാണ് പോയത്. ഡൈനോസർ വേൾഡ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ദേവ്കുട്ടൻ ഒരു ഡൈനോസർ ഫാനാണ് കേട്ടോ. ഡൈനോസർ എന്ന് മാത്രമല്ല, ഗോഡ്സില ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ആ സെക്ഷനിലേക്കാണ് പോയത്. ഇത് നല്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെക്ഷനാണ്. പ്രത്യേകിച്ച് ഈ ഡൈനോസർ ക്രേസ് ഒക്കെ ഉള്ള പിള്ളേർക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ അകത്ത് കയറി ഇതിനകത്ത് ഇവർ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്റ്റുഡിയോ കുറേ നാളായിട്ട് കൊറോണ സമയത്തൊക്കെ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ അവർ റിനോവേഷനൊക്കെ നടത്തിയിട്ട് ഈ ഒരു 2024 നമ്മളുടെ ന്യൂ ഇയർ സമയത്താണ് കേട്ടോ ഇത് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൽ ഓരോരോ ഡൈനോസേഴ്സിനെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സെക്ഷനിൽ ദേവ്കുട്ടൻ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഈ ഡേഞ്ചറസ് അല്ലാത്ത ഡൈനോസേഴ്സിനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അകത്തോട്ട് പോകുമ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള ഡൈനോസേഴ്സിനെയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. കാർണിവോറസിനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. The only bird species of the dinosaurs, a pterosaurus. Would you like to live here forever? In the water entering the area of structures. അപ്പോൾ അതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ നമ്മുടെ ആ ഡൈനോസർ മൂവി ഉണ്ടല്ലോ അതിനകത്ത് കാണുന്നത് പോലെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് അവരിവിടെ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. Stop the car immediately. Oh no! How to go back? We are stuck here. The car doesn't stop. Please help! Help!
ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവരിവിടെ ഒരു ഡൈനോസർ മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡൈനോസറിന്റെ സ്കെൽറ്റണും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനോസറിനെ കുറിച്ചുള്ള കാര്യങ്ങളും കുറെ കാര്യങ്ങളൊക്കെ അവർ അതിനകത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡൈനോസറിന്റെ ഫേസ് ഒക്കെ വെച്ചിട്ട് ഇത് അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പൊ അതിനകത്തും നമുക്ക് കുറച്ചിങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടു. അതൊക്കെ കണ്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി. ഈ ഒരു സെക്ഷൻ ഫുള്ള് പല പല റൈഡ്സ് ആണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ നമുക്കൊന്നിലും കയറാനായിട്ട് പറ്റിയില്ല. കാരണം ദേവായ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവനാണെങ്കിൽ അവനൊന്നിലും കയറുന്നതും ഇല്ല, നമ്മളെ ഒന്നിലും കയറാനായിട്ട് അവൻ സമ്മതിക്കുന്നതും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല നല്ല വെയിലും അല്ലേ, അപ്പൊ നന്നായിട്ട് ടയേർഡും ആയി. അപ്പൊ നമ്മൾ അവിടെ പോയി കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പിന്നെ നേരെ പോയത്. കാരണം അപ്പോഴേക്കും 1:30 ആയിരുന്നു. ഇവിടെ ബഫേ ടൈം അവർ പറയുന്നത് 12:30 to 3 o'clock ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന്. ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബഫേ ആയിരുന്നെന്ന് പറഞ്ഞല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡ് വെജും നോൺ വെജും 2 സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാനും ദേവക്കുട്ടനും നോൺ വെജ് ആണ് എടുത്തത്, ശ്രീചേട്ടൻ വെജാണ് എടുത്തത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആവശ്യം പോലെ ഫുഡ് കഴിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡും ആണ് കേട്ടോ. ഞാൻ എടുത്തതിനകത്ത് നോൺ വെജ് സെക്ഷനകത്തിൽ നഗറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ബിരിയാണി, ചിക്കൻ കറി, അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അത് വെജിറ്റേറിയൻസിനും ഉണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ. വെജിറ്റേറിയൻസിനകത്താണെന്നുണ്ടെങ്കിൽ പനീർ ഉണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയൻ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സാലഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടറും ഡെസേർട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ വൈറ്റ് റൈസും രസവും കഴിച്ചു. അപ്പോൾ അവിടുത്തെ ആ രസം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നിയിരുന്നു. പക്ഷേ വയറ് നന്നായിട്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബഫേ എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർക്ക് ബഫേ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഇതേപോലെ ഈ സ്റ്റോളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ബഫേയിലേക്ക് ഫുഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോളിൽ നിന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബഫേ ആണ് ഒന്നും കൂടെ നല്ലതെന്ന് തോന്നിച്ചു കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. അതല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ.